ഹായ്, ഇന്ന് ശിവരാത്രിയല്ലേ. അപ്പം രാവിലെ നമുക്ക് കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം കപ്പ ചെറുതായിട്ട് നുറുക്കി വേണ്ട അടുപ്പിൽ വെള്ളം വെച്ച് അടുപ്പത്തേക്ക് കപ്പ ഇടുന്നുണ്ട്. അപ്പോൾ ഈ കപ്പയിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, കറിവേപ്പില. അപ്പോൾ വെന്ത കഴിഞ്ഞ ശേഷം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ല വെന്ത ശേഷം വെള്ളം ഊറ്റി കഴിഞ്ഞിട്ട് നമുക്ക് കുഴക്കേണ്ടത് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, കപ്പയ്ക്കുള്ള കാന്താരി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി അമ്മമാർ ഇതേടെ കാന്താരി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഇനിയും കുറച്ച് ഉള്ളിയും പുളിയും എല്ലാം കൂടെ വെച്ച് അരയ്ക്കുമ്പോഴത്തേന് ശിവരാത്രി ഒരിക്കലല്ലേ, അതുകൊണ്ട് ഉള്ളി പറ്റൂല. അതുകൊണ്ട് കാന്താരിയും പുളിയും നല്ല ഉപ്പൊക്കെ വെച്ചിട്ട് നല്ല കപ്പയ്ക്കുള്ള ചമ്മന്തി നമുക്ക് അരയ്ക്കാം. ഇഞ്ചിയും മുളകും ഉപ്പും കൂടെ ചേർത്ത് പുളിയും കൂടെ ചേർത്തിട്ടാണ് നമുക്കുള്ള കപ്പയ്ക്കുള്ള ചമ്മന്തി റെഡിയാക്കുന്നത്. ഒരുപാട് മുളക് അരഞ്ഞിട്ടില്ല. ഇതേ മുളക് ചമ്മന്തി റെഡിയായി. ഒരുപാട് അരഞ്ഞിട്ടില്ല, എന്നാലും കുറച്ച് നല്ലോണം അരഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാം, എന്നിട്ട് അത് മിക്സ് ചെയ്യാം. അപ്പം കപ്പ നല്ലവണ്ണം വേവായി. അപ്പം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് നമുക്ക് കപ്പ കോരിയെടുക്കാം. അപ്പോൾ കലത്തിനകത്തുനിന്ന് നമ്മൾ കപ്പ കോരിയെടുത്ത് തോരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം കപ്പയും മുളക് ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പം കഴിക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അരപ്പൊന്നും ചേർക്കാണ്ട് വെറും കരിയാപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് നമ്മുടെ കപ്പ വേവിച്ച് ഇതുപോലെ കുഴച്ച ശേഷം കാന്താരിയും, ഇന്നിപ്പം ശിവരാത്രി ആയതുകൊണ്ടാണ് നമ്മൾ ആ കാന്താരി ചമ്മന്തിക്കകത്ത് ഉള്ളി ചേർക്കാത്തത്. നല്ല ഇഞ്ചിയും പുളിയും ഉപ്പും കാന്താരിയും കൂടെ ഉള്ളതാണിത്, പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ. താങ്ക് യു. കപ്പ എടുത്തു, നല്ല മുളക് ചമ്മന്തി, നല്ല ചൂട് കട്ടൻ ചായ. അമ്മമാർ രണ്ടുപേരും കൂടെ കപ്പയും മുളക് ചമ്മന്തിയായിട്ട് കഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നല്ല ചൂട് കട്ടൻ കാപ്പിയുണ്ട്. എങ്ങനെയുണ്ടമ്മ ചമ്മന്തിയും കപ്പയും കൂടെ ഉള്ള കോമ്പിനേഷൻ? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ.